സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതാണെന്ന് വിചാരിച്ച് എടുക്കാതിരിക്കരുത്. കാരണം ഇത് ഞാൻ വെറുതെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാൻ എന്തെങ്കിലും വീഡിയോ വേണ്ടേ? അപ്പം അതിനായിട്ട് ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഞാൻ പപ്പിക്കുട്ടിയുടെ കൂടെ പറയാനാണ് വന്നത്. ഞാൻ നേരത്തെ ഇട്ടില്ലായിരുന്നു ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണണം. അപ്പോൾ നമുക്ക് ഇതെന്താ സംസാരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ, അവർ പാർക്കിൽ പോയി വരുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഹംഗ്രി ആണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പാർക്കിൽ ഇരിക്കാൻ പോയപ്പോൾ പപ്പിക്കുട്ടി ഒരു അപ്പാർട്ട്മെൻറ്റിൽ കയറി. അവിടെ അവർ ബസ് കാത്തിരിക്കുകയായിരുന്നു. അപ്പം എന്താ പറയുക, ഭയങ്കര വിശപ്പൊക്കെ കാരണം ആ സോഫയിൽ ഒരു ബർഗർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബർഗർ കഴിക്കാൻ പോയതാണ് ആ പപ്പിക്കുട്ടി. അങ്ങനെ ആ പപ്പിക്കുട്ടി അതെല്ലാം കഴിച്ച് അതൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തപ്പാനായിട്ട് എന്താണെന്ന് വെച്ചാൽ ആ ഓണർ, ഞാൻ പറഞ്ഞ ആ ഓണർ തപ്പാനായിട്ട് വേറെ എവിടെയോ പോയി. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കാണാനില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ താഴത്തോട്ട് അവിടെ സ്റ്റെപ്പാണ് കേട്ടോ, വേറൊരു മിനി മൊച്ചി ബീച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകാനായിട്ട്. അവിടെ ഒരു മ്യൂസിയം പോലെ ഒന്നും അല്ല, ഒരു സ്ട്രീറ്റ് പോലെയാണ്. അപ്പോൾ അവിടെ പോകാനായിട്ട് അങ്ങനെ അവിടെ പോകാനായിട്ട് പോയപ്പോഴായിരുന്നു ആ ബർഗറിൻ്റെ ആരും ഇത് കണ്ടത്. ആ ഫോട്ടോ കാണാൻ പറ്റുമല്ലോ അവിടെ ഉണ്ട് എന്ന്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവർ കണ്ടോട്ടോ, അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ആൾ, ഏതോ ഒരാൾ, മാനേജറോ ആരെങ്കിലുമൊക്കെ ആവട്ടെ, അയാൾ ഇങ്ങനെ കുറേ പറഞ്ഞു, ഇവിടെ ഒന്നും പോവും, അപ്പുറത്ത് പോവും, അങ്ങനെ പോവും, ഇവിടെ പോകുമെന്ന് പറഞ്ഞാൽ ആ സ്മെല്ല് വരുമ്പോൾ ആരാണെങ്കിലും അവിടെ പോകത്തില്ലല്ലോ. അവിടെ ഭയങ്കര അങ്ങനത്തെ സ്മെല്ലാണ്. പിന്നെ ആ കളറൊക്കെ കണ്ടു കഴിയുമ്പോൾ ആരാണെങ്കിൽ കൊതിച്ചു പോയി. ഞാൻ തന്നെ കൊതിച്ചു പോയി. അപ്പം എന്താ പറയുക, ഇങ്ങനെ പോയി അങ്ങനെ പോയപ്പോൾ കുറേ അവർ പറഞ്ഞിട്ട് അത് പോകുന്നില്ല. ലാസ്റ്റ് പിന്നെ കുറേ പറയാൻ തുടങ്ങി. കുറേയെന്ന് വെച്ചാൽ കുറേ പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ അതൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അവൻ എത്ര മണിക്കൂറായിട്ട് എന്നായിരുന്നു പറഞ്ഞത്, കേസ് ഓർക്കട്ടെ, ഒരു 10-12 മണിക്കൂറായിട്ടുണ്ടാവും. കാരണം ഇന്നലെ രാവിലെ എന്തോ കാണാതായത്. അപ്പോൾ അവർ തപ്പിയൊക്കെ തന്നെ വന്നപ്പോൾ ഇന്ന് വൈകുന്നേരമായി. പിന്നെ ഇന്നലെ വൈകുന്നേരമായി. അപ്പോൾ ഇന്ന് വന്നിട്ട് അവർ പറഞ്ഞു കേട്ടോ, ഇതൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അതൊക്കെ തന്നെ കഴിഞ്ഞപ്പോഴായിരുന്നു ഒരു വൈകുന്നേരം, അടുത്ത വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് അത്രയും നേരം അവിടെ നിന്നോ. അവർ കൂട്ടിയൊക്കെ തന്നെ പോയി പിന്നെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ ഇരിക്കും. പിന്നെ എല്ലാവരും കൂടെ ബഹളമൊക്കെ ആയി. അതൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഫൈനലി ഞാൻ വന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും അവർ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അങ്ങനെ ഞാനൊരു പോലീസ് ഗേളായി. അപ്പോൾ ഗൈസ്, ഒരു ഡിസ്ക്ലെയിമറാണ്, ഇതൊന്നും എൻ്റെ റിയൽ ലൈഫിൽ നടക്കുന്നതല്ല. ഇതെല്ലാം എന്താണെങ്കിലും, ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും ഇതാണെങ്കിലും ഒന്നും ഒരു ഇതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക്ലെയിമറായിട്ട് പറയുവാണ്. കമൻസിൽ വന്ന് പറയേണ്ട ഗൈസ്, ഇതെൻ്റെ റിയൽ ലൈഫിൽ നടക്കുന്ന ഒന്നും ഒരു സിംഗിൾ പോലും. അതുകൊണ്ട് തന്നെ അടുത്ത പാർട്ട് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് വന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. പിന്നെ ഇവിടെ ഭയങ്കര മഴയാണ്. കേൾക്കാൻ പറ്റുമല്ലോ ഗൈസ്, കാണിച്ചാൽ കേൾക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഇവിടെ ഭയങ്കര മഴയാണ്. അവിടെ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നും മഴയുണ്ടോയെന്നും കമൻറ്റ് ചെയ്യണേ. ബൈ.